പിന്നെ തുളസിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. കുറച്ച് തുളസി ഇതുപോലെ വെള്ളത്തിലാക്കി ഇട്ട് വെച്ചേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഫ്രൈഡേയിൽ ഒരു പൂജ ചെയ്യുന്ന ദിവസമാണ്. ഇത് വലിയ പ്രത്യേകതകളൊന്നുമില്ല, പക്ഷേ ഞാൻ ആന്ധ്രയിൽ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. അതായത് ഇത് മാത്രമല്ല, ഒരുപാട് പൂജകൾ ഇവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ അടിക്കലും തുടക്കലൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം അതൊക്കെ നിങ്ങളിത് ഡെയിലി ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ തുളസി ഇട്ട് വെച്ചില്ലേ, ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പൂജ ചെയ്യുന്ന, അതായത് പൂജാ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള കുങ്കുമവും മഞ്ഞളും ഒക്കെ കിട്ടും. അപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിട്ടത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, കാരണം മഞ്ഞൾ വേണ്ടെങ്കിൽ വേണ്ട. കാരണം ചിലവർക്ക് അത് തെളിക്കുമ്പോൾ എങ്ങാനും ചുമരമയൊക്കെ ആയി കഴിഞ്ഞാൽ കറയാവും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ചിലപ്പോൾ ഇത് തെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവർ ചിലപ്പോൾ അത് കൂടുതൽ ആ വെള്ളം വീണ് കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. ആ മഞ്ഞൾ കറ അവരുടെ മേലും അവരുടെ ഡ്രസ്സിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ കിടന്ന് നിരങ്ങും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് മഞ്ഞൾ ഇതുപോലെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലൊക്കെ ഇത് തെളിച്ചൊന്ന് വൃത്തിയാക്കാം. ഞാനിത് എല്ലാ ഫ്രൈഡേയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലായിടത്തും ക്ലീനാക്കാൻ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഞാൻ സത്യമായിട്ട് പറയുകയാണ്, കാരണം നേരത്തെ എഴുന്നേറ്റിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബാലൻസ് പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റൂമിലും എല്ലായിടത്തും ഇങ്ങനെ തെളിച്ച് കൊടുത്തോളൂ. കുറച്ച് മഞ്ഞളിട്ട് തെളിച്ചാൽ മതി. മഞ്ഞളില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തുളസി ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം എല്ലായിടത്തും തെളിക്കുക. മഞ്ഞൾ തെളിക്കുന്നതിലൂടെ അണുക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തുക എന്നാണ് പറയുക. അതായത് അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണല്ലോ മഞ്ഞളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനൊന്ന് ശുദ്ധി ചെയ്യുകയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കഴുകി ഇതുപോലെയൊക്കെ ഒന്ന് മഞ്ഞളും കുങ്കുമവും ഒക്കെ ചേർത്തിട്ട് ഞാൻ വെക്കാറുണ്ട്. ഏത് മതമായാലും നമുക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവണം എന്നൊന്നുമില്ല. പിന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള പരിചയമൊന്നും എനിക്കില്ല, മുന്നേയും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് മാത്രമാണ് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടായിട്ടുള്ളത്. എനിക്ക് ഒരു പോസിറ്റീവ് വൈബ് തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരു പ്രത്യേക എനർജി എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഫ്രൈഡേയും ചെയ്യണത് വളരെ നല്ലതാണ്. ഡെയിലി ചെയ്യണതും നല്ലതാണ്. ഡെയിലി ഇത്രയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡേ കാലത്തും വൈകിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അതായത് 2 നേരവും ചെയ്യാറുണ്ട്. ഇവിടെയുള്ള എല്ലാ ആചാരങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഒരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആചാരങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് അവരുടെ കൾച്ചറൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് കുറച്ചൊക്കെ വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ലൊരു ദിവസം, അതായത് ഫ്രൈഡേ, ഇവർക്ക് സാറ്റർഡേ, ഇതൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ കട്ടിളപ്പടി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ മഞ്ഞൾ തേച്ചിട്ട് കുങ്കുമം തേക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇവിടെയുള്ള ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇതിനു മുന്നേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഫ്ലാറ്റാണ്. അതായത് ഒരു 35 വർഷത്തിന് അടുത്ത് തന്നെ പഴക്കമുള്ള ഒരു പഴയ ഫ്ലാറ്റാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാണുന്ന വർക്കൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാട്ടോ അതിൻ്റെ മേലെ. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ 2 സൈഡിലും, അതായത് വീടിൻ്റെ ഉള്ളിൽ 2 സൈഡിലും ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് വെള്ളത്തിലിട്ട് ഇതുപോലെ വെക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ദേവിക്ക് ചുമന്ന പുഷ്പങ്ങൾ ഇഷ്ടമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പുഷ്പങ്ങളും ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ ചുവന്ന പുഷ്പങ്ങൾ വെക്കുന്നതിലൂടെ ആകർഷണം ഉണ്ടാവുകയും ദേവിക്ക് ആകർഷണം ഉണ്ടാവുകയും നമ്മുടെ വീട്ടിലേക്ക് വരികയും പിന്നെ ഇതിൻ്റെ ഈ സുഗന്ധം മൊത്തം വീട്ടിലായി ഒരു പോസിറ്റീവ് എനർജി വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരുപാട് പേര് പലരും പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളാണ് പറയുക. അപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. എല്ലാവർക്കും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല.
അതുകൊണ്ട് ഇത് അറിവുള്ളവർ കാണുകയാണെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെയുള്ള ആളുകൾ മാവിൻ്റെ ഇലയും അതുപോലെ ഇതുപോലെ നീം ലീഫ് ഉണ്ടല്ലോ, ഇതും വീടിൻ്റെ മുന്നിൽ ഇതുപോലെ തൂക്കിയിടും. ഫ്രൈഡേ ആണ് കൂടുതൽ അവർ ചെയ്യാറ്, പിന്നെ ഫെസ്റ്റിവൽസിനും. അപ്പോൾ മാവിൻ്റെ ഇല എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് നീം ലീഫ് മാത്രമാണ് കിട്ടിയത്, അപ്പോൾ അത് മാത്രമാണ്. പിന്നെ കല്ലുപ്പ്, ഇതെല്ലാ ഫ്രൈഡേയും ഞാൻ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലത്തെ ഒരു തിരുമേനി പറഞ്ഞു തന്നതാണ്. ഇതുപോലെ കല്ലുപ്പും പിന്നെ അതിൽ ചെറുനാരങ്ങ മുറിച്ച് മഞ്ഞളും കുറച്ച് കുങ്കുമമായിട്ട് വെക്കുന്നത് ദോഷം അകന്നു പോകാൻ വളരെ നല്ലതാണ്. അതായത് നമ്മുടെ വീടിനോ നമുക്കോ ആരെങ്കിലും ദൃഷ്ടി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരു വിശ്വാസത്തിലെടുത്താൽ മതി. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീണ്ടും പറയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ്. ഇതുപോലെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതാണ്. കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ എല്ലാ മാസവും ഞങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാട്ടോ ഇത്. അതായത് വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും ഇതുപോലെ ഈ ധൂപം കത്തിച്ച് റൂമിലും ഹാളിലും ഒക്കെ കൊണ്ടുവയ്ക്കും. ഇതിൻ്റെ മണം ഇങ്ങനെ പരക്കുമ്പോണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് സ്മെല്ല് വരെ, അതായത് പൊട്ട സ്മെല്ലോ എന്തെങ്കിലും നമ്മൾ റൂം അടച്ചിട്ടുള്ള സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. പിന്നെ കുറച്ച് ഉപ്പ്, ഇതുപോലെ കല്ലുപ്പ് പാത്രത്തിലാക്കി എല്ലാ വെള്ളിയാഴ്ചയും റൂമിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട്, കട്ടിലിൻ്റെ അടിയിൽ. അതും നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടി വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ടാക്കണേ. എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതെൻ്റെ ഒരു വിശ്വാസമാണ്, ഇതും ഇവിടെ നിന്ന് പഠിച്ചതാണ്. ഇതുപോലെ ദേവിക്ക് സമർപ്പിക്കുക, ഇത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുങ്കുമം, പട്ട്, ഫ്രൂട്ട്സ്, ഒരു ചെറുനാരങ്ങ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതൊക്കെയാണ് ഞാൻ ആന്ധ്രയിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളതല്ല. ഇതൊക്കെ ഞാൻ ഇവരിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. ബൈ.